ഇന്നത്തെ കുട്ടികൾ സംസ്കാരം എന്താണ് എന്ന് അറിയാതെ വളരുന്ന ഒരു രീതിയാണ്. എങ്ങനെ വളരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇന്നത്തെ മക്കൾക്കില്ല. മാത്രവുമല്ല, അത് ഒരു വീട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നുമില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അങ്ങനെയായിപ്പോയി. എങ്ങനെ അന്യനെ ചൂഷണം ചെയ്ത് സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി തന്നെ. അതുകൊണ്ട് കുട്ടികളിൽ നമ്മൾ ഈ കാലത്ത് നന്മ പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധത എന്നത് ഇന്നത്തെ കുട്ടികളിൽ ഒട്ടും കാണാറില്ല. നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. അന്യനെ എങ്ങനെ ചൂഷണം ചെയ്ത് സമ്പാദിക്കാം എന്നുള്ളൊരു രീതിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ. എന്നാൽ അവിടെയൊന്നും മൂല്യമുള്ള ഒരു പൗരനെ വാർത്തെടുക്കണം എന്നുള്ള ഒരു പാഠ്യപദ്ധതിയും നമുക്കില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാനും എൻ്റെ മകളും ഭാര്യയും കൂടി വീടിൻ്റെ ഉമ്മറത്തെ വരാന്തയിലിരിക്കുമ്പോൾ അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി തൊട്ട വീട്ടിലപ്പുറത്തുള്ള ഒരു കുട്ടി നടന്നു പോകുന്നുമുണ്ട്. നല്ല പയ്യനാണ്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പൊതുവെ ഈ പ്രദേശത്തെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനായ നന്മയുള്ള ഒരു കുട്ടിയാണത്. അതങ്ങ് നടന്നു പോയതും എൻ്റെ മകൾ ഓടിച്ചാടി ഇറങ്ങി ഗേറ്റ് തുറന്ന് റോട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം അവൾ കുനിഞ്ഞെടുക്കുന്നത് കണ്ടു. എന്നിട്ട് അവൾ നോക്കി വീട്ടിലേക്ക് തന്നെ കയറി വന്നു. അച്ഛാ, ഇത് അവൻ ഇവിടെ ഇട്ട് പോയതാണ് എന്ന് പറഞ്ഞ് 100 രൂപ. അത് നമ്മുടെ അപ്പുറത്തുള്ള കുട്ടിയാണ് മോളെ, അവൻ്റെ കയ്യിൽ നിന്ന് വീണതായിരിക്കും. വീണതല്ല അച്ഛാ, അവൻ ഇവിടെ ഇട്ടിട്ട് പോയതാണ്. ഇട്ടിട്ട് പോയി. 100 രൂപ ആരെങ്കിലും അങ്ങനെ ഇട്ടിട്ട് പോകും? പ്രത്യേകിച്ച് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 100 രൂപ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അത് ഇത്തിരി വലുത് തന്നെയാണ്. അതങ്ങനെ ഇട്ടിട്ട് പോവുമോ? നോക്കുമ്പോൾ 100 രൂപയാണ്. ഞാൻ പറഞ്ഞു, തൽക്കാലം നീ ആ ചാരുവടീൻ്റെ മുകളിൽ പൈസ വെക്കി, പിന്നീട് അവനിപ്പോൾ ഇങ്ങോട്ട് വരും, അപ്പോൾ അവന് ചോദിക്കാം എന്താണെന്ന്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ വിചാരിക്കുന്ന പോലുള്ള കുട്ടിയൊന്നും അല്ല അത്. അവൾ വല്ല മയക്കുമരുന്നിട്ടും പൊതിഞ്ഞിൻ്റെ കടലാസ് അവിടെ ഇട്ടതാണോ എന്നുള്ള സംശയത്തിലാണത് പോയി എടുത്തത്. ഈ പ്രദേശത്ത് ഏറ്റവും നല്ലൊരു കുട്ടി അവനാണ്, നല്ല ഗുണമുള്ള കുട്ടിയാണ് എന്നൊക്കെ ഞാനും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞു അവനും അവൻ്റെ അമ്മയും ബാക്കി അമ്മയുടെ സഹോദരികൾ ഇവനെല്ലാം കൂടെ നടന്ന് വരുന്നു. എൻ്റെ ഭാര്യയോട് അവൻ്റെ അമ്മ അവിടെ നിന്നിട്ട് എന്തോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, മോനെ, നിന്റെ പണം ഇവിടെ വീണു പോയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, എൻ്റെ പണം വീണു പോയതല്ല, ആ പണം എൻ്റേതായിരുന്നില്ല. അവൻ പറയുന്നത് ആ പണം എൻ്റേതായിരുന്നില്ല എന്നാണ്. അപ്പം എനിക്കൊരു സംശയമായി. എൻ്റേതായിരുന്നില്ല, അപ്പം അവൻ്റെ കയ്യിൽ കിട്ടിയത് 100 രൂപയാണെന്ന് അവനറിയാം. അത് എൻ്റേതായിരുന്നില്ല എന്ന് പറഞ്ഞ് അവനോട് ഉപേക്ഷിച്ചതാണത്. ഒരു അതിശയം പോലെ തോന്നി, ഉപേക്ഷിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ മകൻ അങ്ങനെയാണ്, അന്യരുടേതൊന്നും അവൻ എടുക്കുകയേയില്ല. അവൻ അവകാശപ്പെട്ടത് മാത്രമേ അവൻ എടുക്കൂ. അവൻ മാത്രമല്ല, ഞങ്ങളെ തറവാട്ടിൽ പോലും, ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവനും അങ്ങനെ തന്നെയാണ്. ആരും
വേണ്ടാത്തതൊന്നും അന്യതൊന്നും എടുക്കാറില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തല്ല, അവൻ എൻ്റെ വയറ്റിലിരുന്നു കൊണ്ട് പഠിച്ചതാണ് ഈ ധർമ്മം. ഒരിക്കൽ ഞാൻ ഇവനെ വയറ്റിലുള്ള സമയത്ത് ഒരു നാളികേരം വീണപ്പോൾ ഞാൻ അതെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, മോളെ അതെടുക്കരുത്, അത് നമുക്ക് അവകാശപ്പെട്ടതല്ല. ഇന്നലെ വരെ നമ്മുടെ പറമ്പായിരുന്നത്, കഴിഞ്ഞ മാസം നമ്മളത് മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാണ്, ഇനി ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ്. ആ നാളികേരം അവിടേക്ക് തന്നെ ഇട്ടേക്ക്. അത് പറഞ്ഞതും ഞാൻ നാളികേരം അങ്ങോട്ട് ഇട്ടതും ഇവൻ വയറ്റിൽ കിടന്ന് തുള്ളി കളിക്കുന്നത് ഞാൻ അറിയുകയാണ്. ആ സന്തോഷം വയറ്റിൽ നിന്ന് അവൻ പങ്കുകൊള്ളുന്നു. അപ്പം എൻ്റെ അർത്ഥം അവൻ വയറ്റിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതാണ്. അമ്മ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ, ആ അച്ഛന് വഴിയിൽ നിന്ന് ഒരു 10 പൈസ വീണ് കിട്ടി. 10 പൈസ വീണ് കിട്ടിയപ്പോൾ ആ അച്ഛൻ ചെയ്തത് ആ വഴിയൊന്ന് നന്നാക്കി വെച്ചു. ഇന്നത്തെ പോലെ ടാറിട്ട റോഡൊന്നുമല്ല. ആ വഴിയൊന്ന് നന്നാക്കി വെച്ചിട്ട് ആ 10 പൈസ എല്ലാവരും കാണെ അവിടെ തന്നെ വെച്ചു. പലരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പണത്തിൻ്റെ മുകളിലേക്ക് നോക്കും. ആ 10 പൈസയുടെ മേലെ നോക്കിയിട്ട് അവരൊക്കെ അങ്ങോട്ട് പോകും. അവസാനം ആ 10 പൈസ നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ യഥാർത്ഥ ഉടമ തിരഞ്ഞു വരുന്നു. അയാളത് കണ്ടു, അയാളത് എടുത്ത് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അതൊക്കെ ഈ വയറ്റിൽ നിന്ന് ഈ മകൻ കേട്ടുപിടിച്ചതാണ്. ധർമ്മചിന്തകൾ എന്താണ് എന്ന്, സത്യധർമ്മങ്ങൾ എന്താണ് എന്ന് എൻ്റെ മകൻ അങ്ങനെ പഠിച്ചു വന്ന കുട്ടിയാണ്. അവൻ 6 വയസ്സുള്ള സമയത്ത് അവനും അവൻ്റെ അച്ഛനും കൂടി ഞങ്ങളൊരു ഓണത്തിന് പായസം ഉണ്ടാക്കാൻ പാല് വാങ്ങാൻ പോയി. ആ പാല് വാങ്ങി വരുന്ന സമയത്ത് പല സാധനങ്ങളും വാങ്ങി വീട്ടിലെത്തി. വീട്ടിൽ നിന്നൊക്കെ എടുത്തു വെച്ച സമയത്ത് പാലിന് അന്ന് 1/2 ലിറ്റർ പാലിന് അന്ന് 10 രൂപയാണ്. ആ 10 രൂപയുള്ള പാലിന് 2 പാക്കറ്റ് പാലിന് 20 രൂപ കൊടുത്തു. പക്ഷെ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഓരോ ലിറ്ററിൻ്റെ പാലാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അച്ഛാ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, നമ്മൾ 2 പാക്ക് പാല് എന്നാണ് അവരോട് പറഞ്ഞത്, പക്ഷേ 2 ലിറ്ററാണ് നമ്മൾ എടുത്തത്, 2 ലിറ്ററിൻ്റെ ആണ്. ബാക്കി പൈസ നമ്മൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ഞാൻ കൊടുത്തോളാം, അങ്ങോട്ട് തന്നോളൂ പറഞ്ഞു. വേണ്ട മോനെ, ഞാനും വരാം. 2 പേരും കൂടി പോയി ആ പൈസ ആ കടയിൽ കൊടുത്തു വന്നു. വേണമെങ്കിൽ ആ പാല് നമുക്കുണ്ടാക്കാം, പായസം ഉണ്ടാക്കി നമ്മുടെ കുട്ടിക്ക് കൊടുത്താൽ കുട്ടിക്ക് എന്ത് ദഹിക്കുമോ? അന്യൻ്റെ മുതൽ ഒരിക്കലും ആഗ്രഹിക്കരുത് എന്ന് ഇവൻ കുട്ടിക്കാലം തൊട്ടേ പഠിച്ചതാണ്. ആ ഗുണമാണ് ഇപ്പം അവന് കാണിച്ചത്. ഭാരതത്തിൽ ഇതുപോലുള്ള മക്കളല്ലേ വേണ്ടത്? ഇങ്ങനെയൊരു മക്കൾ വളർന്നു വരുന്ന ഒരു സമൂഹം നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമെന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലത്.